എന്റെ പ്രിയ സുഹൃത്തുക്കളെ, വിടുവായത്ര നിർത്തൂ മുരളീധര എന്ന് വീണ ജോർജിന് അവസാനം പറയേണ്ടി വരുന്നു. ഒരു ആരോഗ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെയൊക്കെ എഴുതിയിടേണ്ടി വരുന്നു. ഇതിനൊക്കെ തുടക്കം ദേ ഇവിടെ നിന്നാണ്. അതാണ് പണ്ട് കാലത്ത് എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഓണാഘോഷിച്ചിട്ട് കാലം മറന്നു. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ നിപ ഈ വവ്വാലാണത്രേ ഈ നിപ പരത്തുന്നത്. എന്താ കെ കരുണാകരനും AKAന്റെയും ഉമ്മൻചാണ്ടിയും ഭരിച്ച കാലത്തൊന്നും വവ്വാലുണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ വവ്വാലിന് പേടിയായിരുന്നു കേരളത്തിൽ ഇറങ്ങി വരാനേ. എരണം കെട്ടവനെന്നല്ല, സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരാളാണല്ലോ നമ്മുടെ ആരോഗ്യ മന്ത്രിസ്ഥാനം കൈകാളുന്നത്, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയം തോന്നിപ്പോകുന്നുണ്ട്. നിപ എങ്ങാണ്ടും ഈ ഒരു സമയത്തെങ്ങാൻ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ ഇത് എന്റെ കുറ്റം കൊണ്ടല്ല, അന്ന് പണ്ട് ശൈല ടീച്ചർ കൃത്യമായിട്ട് നോക്കാത്തോണ്ട നിപ പിടിച്ച വവ്വാലുകളെ ശൈല ടീച്ചർ ഏതോ കൂട്ടിലടച്ചിട്ടിരിക്കുകയായിരുന്നു, ഞാൻ അധികാരത്തിൽ കയറിയപ്പോൾ മനഃപൂർവ്വം തുറന്നു വിട്ടതാണ് എന്നടക്കം ഒരുപക്ഷെ ഈ മനുഷ്യൻ അങ്ങോട്ട് പറഞ്ഞു കളയും. പരിഹാസം മാത്രമാണ് കൈമുതലായിട്ടുള്ളത്. ഇന്ന് വീണ ജോർജിനിട്ട് ഒരു പരിഹാസ വർത്തമാനം ഇദ്ദേഹം പറഞ്ഞു. അതിങ്ങനെയായിരുന്നു കേട്ടോ. സാർ, ഇവിടെ ഈ പറയുന്ന അത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം അവസാനത്തെ 5 വർഷത്തെ വീണ മീട്ടൽ എന്നുള്ള വാക്കുകൊണ്ട് വീണ ജോർജിനാണ് ഉദ്ദേശിച്ചതെന്ന് ഈ കേരളത്തിലെ റേഷൻ കടത്തെ ചോറ് വാങ്ങിച്ച് തിന്നുന്ന ആളുകൾക്ക് മുഴുവൻ മനസ്സിലാവും. വീണ ജോർജിനാണ് അവസാനത്തെ 5 വർഷത്തെ വീണ മീട്ടൽ എന്നുള്ള വാക്കുകൊണ്ട് പരിഹസിച്ച്. എന്തിന് ഈ സമയത്തും വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ ആരോഗ്യമന്ത്രി സ്ഥാനത്തെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ അവഹേളിക്കുന്നത്? നോക്കൂ, ഇദ്ദേഹം തന്നെ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന ഈ സമയത്താണ് ഇദ്ദേഹത്തിന്റെ തലപ്പത്ത് കസേര കളി നടക്കുന്നത്. ആരാണ് SH ആവേണ്ടതെന്ന് പറയുന്ന കസേര കളിയാണ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല കേട്ടോ. ഒരാളെ നേരം പോലെ എടുത്ത് പുറത്താക്കാൻ പോലും കഴിവില്ലാത്ത ഒരു ആരോഗ്യമന്ത്രി, താൻ തന്നെ ഭരിക്കുന്ന ഇദ്ദേഹമാണെങ്കിൽ 2 മന്ത്രിസ്ഥാനമാണ്. ഒന്ന് നമ്മുടെ ദേവസ്വം കൂടി ഇദ്ദേഹത്തിനുണ്ട്. അപ്പൊ ദേവസ്വത്തിന്റെ കാര്യം പോലും നോക്കാൻ ഇദ്ദേഹത്തിന് സമയമില്ല. ദേവസ്വത്തില് സ്പെഷ്യലായിട്ട് ഒരു പ്രോസിക്യൂട്ടറെ നിയമിച്ചപ്പോൾ അതുപോലും നമ്മുടെ K മുരളീധരൻ എന്ന് പറയുന്ന ഈ മഹത് വ്യക്തി അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഇങ്ങനെ പല കാര്യങ്ങൾ അറിയുന്നില്ല, പല കാര്യങ്ങളും ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അതൊന്നും പറയാൻ അറിയില്ല. ഇങ്ങനെ പരിഹസിക്കൽ മാത്രമാണ് ഈ മനുഷ്യനെ അറിയുക. നോക്കൂ, ഇദ്ദേഹം ഈ പരിഹസിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതൊന്ന് പറഞ്ഞു തരാം. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇദ്ദേഹത്തിന്റെ ഈ പരിഹാസത്തിനിടയ്ക്ക് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, കഴിഞ്ഞ 20 ദിവസത്തിനുള്ളിൽ ഇവർ അധികാരത്തിലേറി ഇപ്പൊ ഏകദേശം 30 ദിവസം കഴിഞ്ഞു. എന്നാലും കഴിഞ്ഞ 20 ദിവസത്തിനുള്ളിൽ നമ്മുടെ കേരളത്തില് പനി മാത്രം പിടിച്ച് മരിച്ചു പോയത് 87 പേരാണ്. 87 people died, my dear guys. അവർ മരിച്ചുപോയി എന്നുള്ള കാര്യം മനസ്സിലാക്കൂ. പനി പിടിച്ച് 87 പേര് മരിച്ചിട്ടും ഇദ്ദേഹം എന്താണ് പരിഹസിക്കാൻ നടക്കുകയാണ്. നോക്കൂ, പറഞ്ഞ വാക്കെന്താണ്? കഴിഞ്ഞ 10 വർഷത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ മീട്ടൽ മാത്രമായിരുന്നു ആരോഗ്യ വകുപ്പ് നേരിട്ടിരുന്ന ഏക പ്രശ്നം. കേരളത്തിൽ കാര്യമായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ നിന്ന് കാര്യമായിട്ടുള്ള പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇതിന് കൃത്യമായിട്ടും നമ്മുടെ വീണ ജോർജ് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ ഒരു ഉത്തരം ഞാൻ വായിച്ചു തരാം. ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ വായിച്ചു തരാം. സോണിയാഗാന്ധിയെ മധാമയെന്നും അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്നും വിളിച്ച മുരളീധരനിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് K മുരളീധരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പനി ബാധിച്ച് മരിച്ചത് 87 പേരാണ്. നമ്മളിവിടെയുള്ള മാധ്യമങ്ങൾ ഒന്നും ഇത് കാര്യമാത്ര പ്രസക്തമായിട്ട് ചർച്ച ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ 30 ദിവസത്തിനുള്ളിൽ 87 പേരാണ് മരണപ്പെട്ടു പോയിട്ടുള്ളതെന്നുള്ളതാണ്. വിടുവായത്തം നിർത്തിയിട്ട് ഈ വകുപ്പിനെ ഏകോപനത്തോടെ നയിക്കൂ എന്നാണ് മുൻ ആരോഗ്യമന്ത്രി പറയുന്നത്. 87 പേര് മരിച്ചിട്ടും, അത് പനി പിടിച്ച് മരിച്ചിട്ടും അവരിപ്പോഴും എന്താണ് ഹണിമൂണിലാണെന്നൊക്കെ പറയാൻ നാണമില്ല മാധ്യമങ്ങളെ. മാധ്യമങ്ങളെ നിങ്ങൾക്ക് നാണമില്ലേ? ആ കോലൊക്കെ എന്താ പറയാ നടയിലും വെച്ച് കിടന്നുറങ്ങാൻ നോക്കൂ നിങ്ങൾ.
അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല എനിക്കൊന്നും. 87 പേരെങ്ങാൻ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്താണ് ഈ ഒരു കേരളത്തിൽ മരണപ്പെടുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് സിമ്പിളി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും? അതിഭീകരമായ സമരങ്ങൾ നമ്മുടെ കേരളം കാണേണ്ടി വന്നിരുന്നില്ലേ? ഇപ്പോഴുള്ള ഇപ്പോൾ വി ഡി സതീശൻ മേനോനാണല്ലോ. പണ്ടത്തെ വി ഡി സതീശൻ എന്തൊക്കെയായിരിക്കും പറയുക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പിണറായി വിജയനും എന്താ പറയാ മക്കളും ഭാര്യയ്ക്കൊക്കെ സുഖമായിട്ട് ചികിത്സ കിട്ടുന്നുണ്ട്, ഞങ്ങളിവിടെ നാട്ടുകാർക്ക് ചികിത്സ കിട്ടുന്നില്ല, ഇവിടുത്തെ ജനങ്ങൾ പനി പിടിച്ച് മരിച്ചു പോകുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പിണറായി വിജയ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകൂ, പറ്റില്ലെങ്കിൽ വീണ ജോർജ് രാജിവെക്കൂ എന്നീ തരത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരില്ലേ? വരും, 100% കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. നോക്കൂ, ഇതൊക്കെ ഞാൻ പറയാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പരിഹാസത്തിന് ശേഷവും ഇദ്ദേഹം പരിഹാസമായിരുന്നു. കേൾക്ക്. അത് ജനം വീട്ടിലിരുത്തിയവിടെ ആര് മറുപടി പോയി പണി നോക്കണം. അവിടെ മാധ്യമം പറയുന്നുണ്ട്, ഫാക്റ്റുകളെല്ലാം തെളിയിക്കുന്നത് ഏകോപനമില്ല എന്നും കൃത്യമായിട്ട് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ there is no answer out there, my dear guys. പരിഹാസം മാത്രമാണ് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ആ ഒരു പരിഹാസത്തിന് ഉത്തരമായിട്ട് ഇങ്ങനെയുണ്ട്. ഉത്തരവാദിത്തം മറക്കേണ്ട കെ മുരളീധരൻ, വിടുവായത്തം നിർത്തി വകുപ്പിനെ ഏകോപനത്തോടെ നയിക്കൂ. 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് മരിച്ചത് 87 പേരാണ്. നമ്മുടെ വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. എത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്ന വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ഉത്തരമുട്ടിയപ്പോൾ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് പ്രശ്നമെന്ന് മുരളീധരൻ പറഞ്ഞതായി കണ്ടു. സോണിയാഗാന്ധിയെ മദാമയെന്നും അഹമ്മദ് പട്ടേലിന് അലൂമിനിയം പട്ടേൽ എന്നും വിളിച്ച മുരളീധരൻ നിന്ന് ഒരു മാറ്റവും ഇപ്പോഴത്തെ ഈ കെ മുരളീധരന് ഉണ്ടായിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. LDF സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്ക് പ്രശ്നമാവും. കാരണം അന്ന് ഏറ്റവും കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞ് അന്യായമായും നീതിരഹിതമായും ആരോഗ്യ വകുപ്പിനെയും മന്ത്രിയെയും പ്രതിസ്ഥാനത്ത് നിന്ന് ആക്രമിച്ചതിലും അധിക്ഷേപിച്ചതിലും മുന്നിൽ നിന്ന ആളുകളിൽ ഒരാളാണ് ഇന്നത്തെ ആരോഗ്യമന്ത്രി. അന്നത്തെ വാക്കുകളൊക്കെ ഇന്ന് ബൂമറാങ്ക് പോലെ പറഞ്ഞവരിലേക്ക് ശക്തമായി തിരിച്ചെന്നുകൂടി നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൃത്യമായിട്ടും എഴുതി വെച്ചിട്ടുണ്ട്. ഇതല്ലേ സത്യം? മുരളീധരൻ എന്തൊക്കെയാണ് അന്ന് പറഞ്ഞത് അതൊക്കെ ബൂമറാങ്ക് പോലെ തിരിച്ചു വന്ന് ഇദ്ദേഹത്തെ നെഞ്ചത്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാണമില്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാനൊക്കെ തോന്നുമെന്നുള്ളതാണ്. അപ്പോഴതാ നമ്മുടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് സർക്കാർ ആശുപത്രികളിൽ നല്ല ചികിത്സ കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്ന ഭയങ്കര നല്ല ആലോചനകളൊക്കെ അദ്ദേഹം പറയുകയാണ്. സർക്കാർ ആശുപത്രിയെ പഴിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സ്വകാര്യ മേഖലയ്ക്കായിട്ട് സർക്കാർ ആശുപത്രികൾ തുറന്നു കൊടുക്കണം. സ്വകാര്യ മേഖല ഒഴിവാക്കിയാൽ ജനങ്ങൾക്ക് നല്ല ചികിത്സ കിട്ടില്ല. ഇതുവരെ കിട്ടിയിരുന്നതിന് പിന്നെ എന്തായിരുന്നു? നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ ഒരു വെറും 30 ദിവസം കൊണ്ട് കുളമാക്കിയതാണ് ഇത്. വേറൊന്നുമില്ല, കുളമാക്കിയതാണ്, തകർത്തു കളഞ്ഞതാണ് ഇത്, അല്ലാതെ നത്തിങ് എൽസ്. ഇതാണ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന്. നമ്മുടെ കേരളത്തിൽ ഇത് സംഭവിക്കുന്നത് ഇതുപോലെ ഇനിയും. ഇതിപ്പോ ഒരൊറ്റ വകുപ്പ്. ഇനിയിപ്പോ കഴിഞ്ഞ തവണ ശബരിമലയെ എങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിലെ ഓരോ അമ്പലങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന അവസ്ഥ വരും. ഇവരാ ഭരിക്കുന്നേ. എണ്ണി എഴുതി വെച്ചോളൂ. കഴിയുമെങ്കിൽ എൻ്റെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. ഈ സംഭവം നടക്കുമ്പോൾ മാത്രം ഒന്ന് കഴിയുമെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്താൽ മതി. അതുവരെ ഷെയർ ചെയ്യണ്ട. ഞാൻ പറയുന്നു, ഓരോരോ മേഖലയും നശിക്കും. അവിടൊക്കെ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നിട്ട് ഈ ഒരു കേരളത്തെ നശിച്ച് നാറാണക്കല്ല് പിടിപ്പിക്കും. ഒരാൾക്ക് പോലും PSC വഴി ജോലി കിട്ടാതാവും. അവിടൊക്കെ ഈ പറയുന്ന കതറിട്ട ആളുകളെ പെൺമുറക്കാരെ കൊണ്ടുപോയി ഇരുത്തും. ഈ പറഞ്ഞ പരിപാടികളായിരിക്കും ഇനി കേരളത്തിൽ നടക്കുക. ഇതിനെന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പരിഹാസമായിരിക്കും ഉത്തരം. പരിഹാസം മാത്രമായിരിക്കും ഉത്തരം. ഇതുപോലുള്ള പരിഹാസങ്ങൾ. കഴിഞ്ഞില്ല. ഏറ്റവും പുതിയ പരിഹാസം എങ്ങനെയാണ്? പോയി പണി നോക്കാൻ പറയുന്നത്.
ഒരു പരിഹാസങ്ങൾ കൂടി. ഈ പറയുന്ന അത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ. കണ്ടില്ലേ, എന്തൊരു പരിഹാസ വാക്കുകളാണ്. നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മരങ്ങളൊന്നും ഇയാളൊന്നും കാണുന്നില്ലേ? മഹാകഷ്ടം. 5 വർഷം കൊണ്ട് ഭരിച്ചിട്ട് ഈ വർഷം കഴിഞ്ഞാലും ഇനിയും മഴക്കാലം വരുന്നുണ്ട്. 5 വർഷവും മഴക്കാലം ഉണ്ടായിരിക്കും. ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായ കാര്യം ഇതാ, ഇങ്ങനത്തെ ഒരു ബൾബ് വേണമെങ്കിൽ വാങ്ങിച്ചോളി. ചാർജ് ചെയ്ത മിനിമം ചിലപ്പോൾ ഒരു അരമണിക്കൂർ 15 മിനിറ്റ് എങ്കിലും ചിലപ്പോൾ അത് കത്തിന്ന് വരും. ഞാൻ കാര്യമായിട്ട് പറയാ, 15 മിനിറ്റ് എങ്കിലും കത്തിന്ന് വരും. കാരണം കേരളത്തില് അത്രയ്ക്ക് അതിഭീകരമായ പവർ കട്ട് വരാൻ പോകുന്നു. പവർ കട്ട് വന്നു കഴിഞ്ഞു. ഡിസംബർ വരെ നീട്ടേണ്ടി വരുന്ന പറയുന്നത്. പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് നിങ്ങൾ ഈ വാക്ക് തന്നെ കേട്ടിട്ടുണ്ടോ? എന്നിട്ട് വർത്തമാനം പറയും. ഞാൻ നിർത്തുകയാണ്. ബൈ.